നമസ്തേ. ഇതിപ്പോൾ രാമായണ മാസമാണല്ലോ, കർക്കിടക മാസം. എല്ലാ പത്രങ്ങളും, മലയാളത്തിലെ എല്ലാ പത്രങ്ങളും അധ്യാത്മ രാമായണത്തെക്കുറിച്ച് പറയാൻ ഒരു കോളം ഈ മാസത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഓരോരോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതായത് രാമായണത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ചില ആൾക്കാർ ഈ ഓരോ പത്രങ്ങളിൽ ഓരോ കോളം എഴുതുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും, മലയാളത്തിലെ മിക്ക പത്രങ്ങളിലും ഉണ്ട് ഒരു കോളം രാമായണത്തെക്കുറിച്ച് എഴുതാൻ, ദിവസവുമുണ്ട്. അങ്ങനെ നമ്മുടെ മാധ്യമം പത്രവും, ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന പത്രമാണ് മാധ്യമം പത്രവും, മതേതരത്വത്തിൻ്റെ കെയർ ഓഫിൽ അങ്ങനെ രാമായണത്തെക്കുറിച്ച് പറയാൻ ഒരു കോളം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ രാമായണത്തെക്കുറിച്ച് പറയാൻ അവർ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഒരു ഡോക്ടർ TS ശ്യാംകുമാറിനെയാണ്. ഈ ശ്യാംകുമാർ എന്ന് പറഞ്ഞ ആൾ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് തന്ത്രവിദ്യയിലാണ്. കേരളത്തിലെ തന്ത്രവിദ്യയിൽ വന്ന പരിഷ്കാരങ്ങൾ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിൻ്റെ തീസിസ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. ആ തീസിസ് വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനവും മറ്റും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ കാലത്ത് ആർക്കും യാതൊരു പ്രയോജനമില്ലാത്ത ഒരു വിഷയം അത് പഠിക്കാനായിട്ട്, അത് ഗവേഷണം ചെയ്യാനായിട്ട് എടുത്തത് എളുപ്പവിദ്യക്ക് വേണ്ടിയാണ്, എളുപ്പം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ്. എന്ന് വെച്ചാൽ ഇതൊന്നും സാമാന്യ ബോധമുള്ളവരൊന്നും ഈ വിഷയങ്ങളൊന്നും അവർ തിരഞ്ഞെടുക്കത്തില്ല. നാട്ടുകാർക്ക് യാതൊരു ഗുണമില്ലാത്തൊരു കാര്യം, അത് പ്രത്യേകിച്ച് ഒരു പുരോഗമനവാദി എന്ന് അഭിമാനിക്കുന്ന ഒരാൾ എന്തിനാണ് അതൊക്കെ എടുത്ത് പഠിക്കുന്നത്? അത് പഠിച്ചുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം നാട്ടുകാർക്കുള്ള? എത്ര 5 വർഷവും 3 വർഷമൊക്കെ മാസം തോറും പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഈ ഗവേഷണം നടത്തുന്നത്. എന്നിട്ട് എന്താണ് നാട്ടുകാർക്ക് ഇവർ തിരിച്ചു കൊടുക്കുന്നത്? തന്ത്രവിദ്യയെക്കുറിച്ച്, തന്ത്രവിദ്യയിൽ ഇവിടെ മലയാളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചാൽ എന്താണ് ഒരു പ്രയോജനം? വളരെ വേസ്റ്റാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. ആരെങ്കിലുമൊക്കെ കാലും കൈയും പിടിച്ച് പലരും ഇവിടെ ഡോക്ടറേറ്റ് നേടുന്നുണ്ട്. നമുക്കറിയാം, പലരുടെയും പേര് നമുക്കറിയാം. അതൊന്നും പരസ്യപ്പെടുന്നില്ല, ഞാനിപ്പം പറയുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു PhD തീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ തന്ത്രവിദ്യയെക്കുറിച്ചുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറേറ്റിൻ്റെ കെയർ ഓഫിൽ ഹിന്ദു മതത്തെ ആക്ഷേപിക്കുക. വ്യാപകമായ പല വേദികളിലും അതായത് പ്രസംഗ വേദികളിലായാലും ശരി, ഇങ്ങനെ പത്രങ്ങളിലായാലും ശരി, ലേഖനങ്ങൾ എഴുതുക, പ്രസംഗിക്കുക, ഇതെല്ലാം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണരെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഹിന്ദുമത അനുയായികളല്ല ഈഴവർ ഹിന്ദു ദൈവങ്ങളെ ഒന്നും ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അതിന് ഞാൻ മറുപടി ഇതുപോലൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും കാണാം. ഇനി അത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന സീരീസിൽ, അതായത് രാമായണത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ 27-ന് ഇത് പ്രസിദ്ധീകരിച്ച ആ ലേഖനത്തിൽ ചെറിയ കുറിപ്പിൽ അദ്ദേഹം പറയുന്ന ചില വിഡ്ഢിത്തങ്ങളുണ്ട്. അദ്ദേഹത്തിന് പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹിന്ദു മത തത്വങ്ങളെക്കുറിച്ച് യാതൊരു ചുക്കും അറിയത്തില്ല. എവിടെയൊക്കെ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സംസ്കൃത ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ്. അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന ചാന്തോഗ്യ ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ്. അതായത് ആളുകൾക്ക് എവിടെ ആവശ്യമില്ലാത്ത ആളുകൾ തള്ളിക്കളയുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് ഹൃദയസ്ഥമാക്കി അത് ആക്ഷേപിക്കാൻ അതാണ് കൊള്ളാവുന്നത്. അല്ല, തത്വം പഠിക്കത്തില്ല. അല്ലെങ്കിൽ ആകെ കൂടിയുള്ള ഒരു തത്വബോധം വന്നിട്ട് വേണ്ട ഇതിനെ വിമർശിക്കാൻ. ഇത് അങ്ങനെയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കരിപുരണ്ട സാധനങ്ങൾ, ഏറ്റവും മോശപ്പെട്ട സാധനങ്ങൾ, വിമർശനത്തിന് യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. അതൊന്നും തത്വ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഹിന്ദുമതം അതിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഉപനിഷത്തുകളിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ചില മാറ്റി നിർത്തേണ്ട കുറെ കാര്യങ്ങൾ. അത് ആരണ്യകങ്ങളിൽ നിന്നും ബ്രാഹ്മണങ്ങളിൽ നിന്നും ഒക്കെ എടുത്ത ഉപനിഷത്തുകളിലാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുന്നത്. അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. അത് ആചാര്യന്മാര് പോലും അതിൽ ചില ഭാഗങ്ങൾക്കൊന്നും അവർ തന്നെ വ്യാഖ്യാനങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ അവർ തന്നെ വിട്ടുകളഞ്ഞു. അങ്ങനെ തത്വപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് വേണം നമ്മൾ തത്വം പഠിക്കാനാണ് ഉപനിഷത്തുകൾ പഠിക്കുന്നത്.
അത് ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം ആളുകൾ വിട്ടുകളയുന്ന ഭാഗം എടുത്തിട്ട് വിമർശനമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം രാമായണത്തെക്കുറിച്ച്, അധ്യാത്മ രാമായണത്തെക്കുറിച്ചാണ് ഈ രാമായണ മാസത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശ്യാംകുമാർ അധ്യാത്മ രാമായണത്തെക്കുറിച്ചല്ല, വാൽമീകി രാമായണത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കൃത പാണ്ഡിത്യം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ 24 എഴുതിയ ഒരു കുറിപ്പ്, ഞാൻ അതിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മഹാത്മാവായ ബുദ്ധരുടെ പൂർണമായ രശ്മികൾ രാമായണത്തിലെ ജാബാലി രാമസംവാദത്തിൽ നിലീനമായിരിക്കുന്നുണ്ട്. മഹാത്മാവായ ബുദ്ധരുടെ, അതായത് ശ്രീബുദ്ധന്റെ കാര്യമാണ് ഈ പറയുന്നത്, ഗൗതമ ബുദ്ധന്റെ കാര്യമാണ് ഈ പറയുന്നത്. മഹാത്മാവായ ബുദ്ധരുടെ പ്രകാശപൂർണമായ രശ്മികൾ രാമായണത്തിലെ ജാബാലി രാമസംവാദത്തിൽ നിലീനമായിരിക്കുന്നുണ്ട്. രാമൻ ബുദ്ധനെ ചോരൻ എന്നാണ് ഇതിൽ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അയോധ്യ കാണ്ഡത്തിലെ 109 സർഗത്തിലെ 34 ശ്ലോകം അതിനകത്ത് എടുത്ത് ചേർത്തിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ തെളിവ്. വാസ്തവത്തിൽ കഷ്ടം തോന്നി, ഇങ്ങനെയൊക്കെ എന്തിനാണ് ഈ സംസ്കൃതം പഠിച്ചതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഈ വ്യാഖ്യാനം കണ്ടുവരും. സംസ്കൃതം വെറുതെ സംസ്കൃതം എന്നിട്ട് ഒരു കാര്യമില്ല. സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണം. അത് പ്രയോഗിക്കുന്നില്ല. ബുദ്ധി ഉണ്ടായിരിക്കും, പക്ഷെ അത് ഇവിടെ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ കാര്യം. ഞാൻ അത് നിങ്ങൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധന്റെ കാര്യമേ അല്ല രാമായണത്തിൽ പറയുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ആരും അതിനെതിരായിട്ട് പറയത്തില്ലേ, അതിനെതിരായിട്ട് ചിന്തിക്കത്തില്ലേ, ഇങ്ങനൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ചിന്തിക്കത്തില്ലേ? ബുദ്ധൻ ഏത് കാലത്താണ് ഉണ്ടായത്? അദ്ദേഹം BC 600-500 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിന് എത്രയോ വർഷങ്ങൾ, 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വാൽമീകി രാമായണം ഉണ്ടാകുന്നത്. ഇത് പോലും അറിഞ്ഞുകൂടാത്ത ഒരാള് ഈ രാമായണത്തെക്കുറിച്ച്, വാൽമീകി രാമായണത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടുണ്ടോ? എന്തൊരു ധിക്കാരമാണ് വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നത്. ആക്ഷേപിക്കുക, 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 ഇത് മാത്രമാണ് ശ്യാംകുമാറിന്റെ ലക്ഷ്യം. അതൊരു ജീവിത വ്രതമായിട്ട് കൊണ്ടു നടക്കുകയാണ്. എന്നാൽ കാര്യം പഠിച്ചിട്ട് വിമർശിക്ക്. എല്ലാവരോടും പറയുന്നത്, ഞാൻ യുക്തിവാദികളോടൊക്കെ ചോദിച്ചാൽ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറഞ്ഞ് അവര് പരിഹാസം കാണിക്കാറുണ്ട്. പക്ഷെ പഠിച്ചിട്ട് വിമർശിക്കണം, പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ. അത് പഠിക്കാനുള്ള കഴിവോ മനസ്സോ ഈ ശ്യാംകുമാറിനില്ല. പറയാം, രാമായണത്തിൽ ശ്രീബുദ്ധന്റെ കാര്യമല്ല പറയുന്നത്. എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നത്? യഥാഹി ചോരഹ സ തഥാഹി ബുദ്ധഃ തഥാഗതം നാസ്തികം അത്ര വിധി എന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ രാമൻ ജാബാലി എന്ന മുനിയോട് പറയാണ്. ജാബാലി എന്ന മുനിയോട് അങ്ങനെ രാമൻ പറയാൻ കാരണം എന്ന് പറഞ്ഞ സന്ദർഭം ഇതാണ്. അതായത് ദശരഥൻ മരിച്ചു, ഭരതൻ രാജ്യഭരണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ശ്രീരാമന്റെ അടുത്ത് വരികയാണ് കാട്ടിൽ. അപ്പൊ ആ സന്ദർഭത്തിലാണ് ജാബാലി അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം പറയും, രാമ, നിങ്ങൾ ആ രാജ്യഭാരം ഏറ്റെടുക്കണം. അച്ഛൻ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ അതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ദാനവും ധർമ്മവും യജ്ഞവും എന്നൊക്കെ പറയുന്നത് വെറും ഒന്നിനും കൊള്ളാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് പ്രയോജനമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ്, അവർക്ക് പണം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ദാനം ചെയ്യണം, ധർമ്മം ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നാസ്തികന്റെ രീതിയിൽ അദ്ദേഹം രാമനോട് സംസാരിക്കും, പ്രേരിപ്പിക്കും. അപ്പൊ രാമൻ ഇതിനെയൊക്കെ തള്ളിക്കളയും. രാമൻ പറഞ്ഞ്, ഞാൻ ഇത് ഗുരുക്കന്മാരുടെ മുന്നിൽ വെച്ച് ചെയ്ത ഒരു പ്രതിജ്ഞയാണ്, എൻ്റെ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞയാണ്, ഞാൻ അത് നിറവേറ്റിയിരിക്കും. നിങ്ങൾ സംസാരിക്കുന്നത്, ഈ ജാബാലി എന്ന് പറയുന്നത് ദശരഥന്റെ ഉപദേഷ്ടാവായിരുന്നു. അപ്പൊ ആ ജാബാലിയോട് പറയാണ്, അങ്ങ് ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഞാൻ അങ്ങ് ഒരു ചാർവാകനെ പോലെയാണ്, അതായത് നിരീശ്വരനെ പോലെയാണ് അങ്ങ് സംസാരിക്കുന്നത്, നാസ്തികനെ പോലെയാണ് സംസാരിക്കുന്നത്, അത് എനിക്ക് പഥ്യമല്ല, അത് ദ്രോഹമാണ്. എന്നിട്ട് അദ്ദേഹം പറയും, യഥാഹി ചോരഹ, കള്ളന്മാരെങ്ങനെയാണോ, ഒരു കള്ളൻ എങ്ങനെയാണോ, തഥാഹി ബുദ്ധ, അങ്ങനെയാണ് ഒരു ബുദ്ധനും ആവുന്നത്. എങ്ങനെ? തഥാഗതം നാസ്തിക അത്ര വിധി, നാസ്തികന്മാരായിട്ടുള്ള ആൾക്കാരും ഈ ചോരന്മാരെ പോലാണ്. അവരെ ഒരിക്കലും ജനങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ശങ്ക്യതമ പ്രജാനാം,
നാസ്തികേന അഭിമുഖോ ബുധ സ്യാത്. നാസ്തികന്മാരുമായിട്ട് അഭിമുഖം, അതായത് സൗർബന്ധം അല്ലെങ്കിൽ അഭിമുഖം ചെയ്യാൻ പോലും, നേരെ നോക്കാൻ പോലും ബുധന്മാർ തയ്യാറാവരുതെന്നുള്ളതാണ്. അത്രയ്ക്ക് നീചന്റെ കള്ളനെ എങ്ങനെ ശിക്ഷിക്കുന്നു അതുപോലെയാണ് നാസ്തികനെയും ശിക്ഷിക്കേണ്ടതെന്നുള്ളതാണ് രാമൻ പറയുന്നത്. ആ തരത്തിലാണ് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ആ ഒരു 109 സർഗം അവസാനിക്കുന്ന ഭാഗത്താണ് ഇത് വരുന്നത്. എന്നിട്ട് ഈ ജാബാലി അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ നാസ്തികനൊന്നുമല്ല, ഞാൻ യഥാർത്ഥത്തിൽ ചാർവാകനല്ല, നാസ്തികനല്ല, ഞാൻ ആസ്തികനാണ്. ഞാൻ അത് ചില സന്ദർഭങ്ങളിൽ ഞാൻ നാസ്തികനായിട്ട് വർത്തമാനം പറയും. അത് മറ്റുള്ളവരെ ഉദ്ബുദ്ധരാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവസാനം അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് എവിടെയാണ് ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ യഥാഹി ചോരക, എങ്ങനെയാണോ ചോരൻ, അതായത് ഏത് രീതിയിലാണ് ചോരനെ നമ്മൾ കണക്കാക്കേണ്ടത്, ചോരൻ എങ്ങനെയാണോ അങ്ങനെയാണ് ബുദ്ധൻ. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധൻ. നമ്മൾ വലിയ കേരളീയരെല്ലാം വലിയ പ്രബുദ്ധരല്ലേ. ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശ്രീബുദ്ധനെ എന്താണ് ബുദ്ധൻ എന്ന് വിളിക്കാൻ കാര്യം? ദി എൻലൈറ്റൻഡ്, അതായത് ബോധോദയം ഉണ്ടായ ആള്. അങ്ങനെ ബോധമുള്ള ആൾക്കാർ, ബുദ്ധന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ ശ്രീബുദ്ധന്റെ കാര്യം ഇവിടെ ഒരു സന്ദർഭത്തിന് ഒരിക്കലും യോജിക്കുന്ന ഒരു കാര്യമല്ല. ശ്രീബുദ്ധന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് എവിടെങ്കിലും ശ്രീബുദ്ധനെ കുറിച്ച് അതിനു മുമ്പ് പരാമർശിക്കുന്നില്ല. ജാബാലി പോലും പറയുന്നില്ല അതിനെക്കുറിച്ച്. തഥാഗതം, അതുപോലുള്ള ആൾക്കാരും, ബുദ്ധന്മാരും അതുപോലുള്ള ആൾക്കാരും നാസ്തികമത്രേ. അവര് നാസ്തികന്മാരാണ്. അവര് പറയുന്നതൊക്കെ നാസ്തികത്വമാണ്. അത് നമുക്ക് ശരിയല്ല. അവര് അങ്ങനെ അകറ്റി നിർത്തപ്പെടേണ്ടവരാണ്. അവര് വിശ്വസനീയരല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നാസ്തികനെ കാണുന്നത്, അല്ല ചോരനെ കാണുന്നത് പോലെ തന്നെ വേണം നാസ്തികനെയും കാണാൻ. ഇതാണ് രാമൻ ജാബാലിയോട് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ രാമായണത്തിൽ അഭിസംബോധന ചെയ്തു, ബുദ്ധനെ ചോരൻ എന്ന് അഭിസംബോധന ചെയ്തു. അഭിസംബോധന എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ ശ്യാംകുമാറെ? അഭിസംബോധന എന്ന് നേരിൽ പറയുന്നതിനാണ് അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത്. ബുദ്ധൻ അവിടെ കണ്ടിരുന്നോ നേരിൽ പറയാനായിട്ട്? രാമൻ അഭിസംബോധന ചെയ്യുന്നത് ജാബാലിയെയാണ്. അല്ലാതെ അഭിസംബോധന ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിരുന്നത് നിങ്ങൾ എന്തിനാണ് സംസ്കൃതം പഠിച്ചതെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്നിട്ട് നാസ്തികേ ന അഭിമുഖോ ബുധ എന്നാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് 2ാമത്തെ വരിയിൽ. അങ്ങനല്ല, നാസ്തികേന അഭിമുഖോ ബുധ സ്യാത് എന്നാണ് ശരിയായ പാഠം. അതും മനസ്സിലാക്കണം. ഒന്നുകൂടെയൊക്കെ ഒന്ന് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ജാബാലി പറയുന്നതൊക്കെ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊന്നും രാമൻ അംഗീകരിക്കുന്നില്ലെന്നും പറയുന്നു. രാമൻ അംഗീകരിക്കാത്തതിന്റെ കാരണമാണ് ഇത് പറയുന്നത്. അല്ല, ബുദ്ധൻ അവിടെ കടന്നു വരുന്നതല്ലേ. ഈ മണ്ടത്തരം പറഞ്ഞ് ഹിന്ദുക്കളെ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ഈ പണി ഇനിയെങ്കിലും നിർത്തിവെക്ക്. സംസ്കൃതത്തില് പക്ഷികളെ, ഇരട്ടപ്പക്ഷികളെ ഒന്നിനെ കൊന്നു വീഴ്ത്തിയ കാട്ടാളനോട് വാൽമീകി പറയുന്ന അതേ വാക്കിൽ തന്നെ ഞാൻ ഈ ശ്യാംകുമാറിനോട് പറയുകയാണ്, മാ നിഷാദ, ഇത് നിർത്ത്, ഇതരുത്. ഈ ആക്ഷേപ വ്യവസായം നിർത്തണം. ആരോടെങ്കിലും ഇനി കേൾക്കാൻ 10 പേരുണ്ട്, വല്ലതും ചക്രം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാലും അവരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തും എഴുതി കൊടുക്കരുത്. അത് മനസ്സിലാക്കണം. അതാണ് ശ്യാംകുമാർ മനസ്സിലാക്കേണ്ടത്. വെറുതെ എന്തിനാണ് ആളുകളെ അസ്വസ്ഥരാക്കുന്നത്? അത് കള്ളം പറഞ്ഞിട്ട്, വിഡ്ഢിത്തം പറഞ്ഞിട്ട്, അതാണ് മോശം. അത് ചെയ്യരുത്. ഇതാണ് എനിക്ക് ശ്യാംകുമാറിനെ കുറിച്ച് പറയാനുള്ളത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.